വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ത്രസ് കാന്തോസിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൽ പ്രിയരെ, ഒരു ശിഷ്യനെ അപ്പോസ്തലനായി രൂപാന്തരപ്പെടുത്തുന്ന രംഗമാണ് സുവിശേഷ ഭാഗങ്ങളിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കുക. ഈ ലോകത്ത് പറുദീസ പണിയാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ. മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് 2 അധികാരങ്ങളാണ് ഈ അപ്പോസ്തലന്മാർക്ക് നൽകപ്പെടുക. ഒന്ന്, പിശാചുകളെ ഒഴിപ്പിക്കുവാനുള്ള ശക്തി. 2, രോഗങ്ങളെ സുഖപ്പെടുത്തുവാനുള്ള അധികാരം. ഈ 2 കാര്യങ്ങൾ വ്യക്തമായി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ലോകത്തിലേക്ക് അയക്കുകയാണ് ക്രിസ്തു. ലോകം കണ്ട ഏറ്റവും വലിയ മോട്ടിവേറ്റർ ഒരുപക്ഷെ ക്രിസ്തുവായിരിക്കാം. ഇതുവരെ തങ്ങൾ കണ്ടതും കേട്ടതും ഇനി തങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാവുന്ന ആനന്ദവും സന്തോഷവും അതിര് കവിയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനസ്സിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയാലും ശരീരത്തിൻ്റെ ആരോഗ്യം രോഗങ്ങളാൽ ദുർബലമാകുമ്പോഴാണ് ആ വ്യക്തി ഏറ്റവും ദുരന്തപൂർണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോവുക. ശരീരത്തിൻ്റെ ഈ 2 മേഖലകളിലേക്കുമുള്ള അധികാരം ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ആ ഒരു ആനന്ദത്തിൻ്റെ നിമിഷമാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടെത്തുക. പക്ഷേ ഈ ആനന്ദത്തിന് കുറച്ച് നിബന്ധനകൾ ക്രിസ്തു വെക്കുന്നുണ്ട്. കുറച്ച് അരുതായ്മകൾ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുന്നുണ്ട്. അപ്പമോ സ്വർണമോ വടിയോ കയ്യിൽ കരുതരുത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷമൊന്ന് കെട്ടുപോയിട്ടുണ്ടാവാം. ഇത്ര വലിയ ദൗത്യമേൽപ്പിച്ചിട്ട് പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ അല്പം അരുതായ്മകളാണ്. പക്ഷേ ഈ അരുതായ്മകളാണ് ശിഷ്യത്വത്തിൻ്റെയും അപ്പോസ്തലന്മാരുടെ നടവഴികളിലും ശക്തിയായിട്ട് മാറുന്നത്. ഇന്നത്തെ ലോകത്ത് അരുതെന്ന് പറയാൻ മടിക്കുന്നവരല്ലേ നമ്മളൊക്കെ. നോ എന്ന് പറയാൻ അല്പം പ്രയാസം അനുഭവപ്പെടുന്നവരല്ലേ നമ്മളൊക്കെ. ചിലതിനോടൊക്കെ അരുതെന്ന് പറഞ്ഞു പഠിപ്പിക്കാത്തത് മൂലം എന്തൊക്കെ ദുരിതങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പനോട് അമ്മയോടൊക്കെ സ്നേഹവാത്സല്യത്തോടെ പെരുമാറുമ്പോഴും അവർ പറഞ്ഞു തരുന്ന അരുതുകളൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ ദുസ്സഹമായ അവസ്ഥകളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. മാർക്കോസിൻ്റെ സുവിശേഷം 3 കാര്യങ്ങളാണ് വളരെ വ്യക്തമായി സുവിശേഷത്തിലൂടെ പ്രതിപാദിക്കുക. ശിഷ്യത്വത്തിൽ നിന്ന് അപ്പോസ്തലന്മാരിലേക്കുള്ള വിളിയിൽ തുടരുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്, നിങ്ങൾ പ്രഘോഷിക്കുന്ന സുവിശേഷം ക്രിസ്തു പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ്. അത് നിങ്ങളുടെ മാത്രമല്ല എന്ന ബോധ്യമുണ്ടാകണം എന്ന് തന്നെയാണ് ക്രിസ്തു പറഞ്ഞു വെക്കുക. പലപ്പോഴും സുവിശേഷവാഹകരാകുമ്പോൾ, വചനപ്രഘോഷകരാകുമ്പോൾ ദൈവത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിക്കുന്നവർക്കൊക്കെ പറ്റിപ്പോകാവുന്ന ഒരു അപാകതയാണ് വചനം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പങ്കുവെക്കുന്നത്, ഞാൻ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ക്രിസ്തു പറഞ്ഞു തന്ന, ക്രിസ്തുവിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സുവിശേഷത്തിന് സാക്ഷ്യമേഖലാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. വ്യക്തിപരമായി എൻ്റെ സുവിശേഷമല്ല അത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നതല്ലത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായിട്ട് ഇസ് ആൻ എക്സ്റ്റൻഷൻ എന്നാണ് അതിനെ ഫ്രാൻസിസ് പാപ്പ സൂചിപ്പിക്കുക. അങ്ങനെയായിട്ട് മാറാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ ചിന്ത, നമ്മൾ കൊണ്ടുപോകുന്ന സുവിശേഷം എല്ലാവരും സ്വീകരിക്കപ്പെടണമെന്നില്ല. തിരസ്കരിക്കപ്പെടാം, കുറ്റപ്പെടുത്താം, തള്ളിപ്പറയാം, പീഡനങ്ങളുണ്ടാവാം. അതിലൊക്കെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയണം.
വചനം സ്വീകരിക്കപ്പെടാത്തിടത്ത് പോലും ദൈവത്തിൻ്റെ നിതാന്ത സ്നേഹത്തിൻ്റെ അടയാളമായി, സാന്നിധ്യത്തിൻ്റെ അടയാളമായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ശിഷ്യൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അത്ഭുതവും അനുഗ്രഹവുമായി മാറുക. സ്വീകരിക്കപ്പെടാത്തിടന്ന് ഇറങ്ങിപ്പോക്കല്ല അത്. സ്വീകരിക്കപ്പെടാത്തിടത്ത് പോലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയണം. മൂന്നാമത്തെ മനോഹരമായൊരു ചിന്ത മാർക്കോസ് സുവിശേഷകൻ മാത്രം വിവരിക്കുന്നതാണ്. സമാന്തര സുവിശേഷങ്ങളൊന്നും നമുക്കൊരു പക്ഷേ അത് കാണാൻ സാധിക്കില്ല. വചനത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: അപ്പോസ്തലന്മാർ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തിയത്. ചിലപ്പോഴൊക്കെ കത്തോലിക്ക സഭയ്ക്കെതിരെ ചില അപവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. വെഞ്ചിരിച്ച വെള്ളം, വെഞ്ചിരിച്ച വസ്തുക്കൾ, വെഞ്ചിരിച്ച ഓയിൽ, അങ്ങനെ വെഞ്ചിരിച്ച ഉപ്പ്, അങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും ആളുകൾ തെറ്റിദ്ധാരണയ്ക്കിട വരുത്താറുണ്ട്. ഇവിടെ സുവിശേഷം പറയുന്നത് ക്രിസ്തു അഭിഷേകം ചെയ്ത് ആത്മാവിനെ ഓതിക്കൊടുത്ത ആ തൈലം കൊണ്ടാണ് അവർ രോഗികളെ സുഖപ്പെടുത്തിയത്. കുദാശകളുടെ മറ്റൊരു വ്യാഖ്യാനമാണ് തൈലാഭിഷേക പൂജയും വിശുദ്ധീകരിച്ച് നമുക്ക് ലഭിക്കുന്ന ചില അടയാളങ്ങളുമൊക്കെ ദൈവരാജ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കാതലായ അത്ഭുതങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കുമാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ജീവിതം ഒരു സുവിശേഷമാകുക എന്നത് തന്നെയാണ് ഇന്നത്തെ ചിന്തയുടെ ആഹ്വാനം. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന മനോഹരമായൊരു ശീർഷകമുണ്ട്. എല്ലാം വെടിഞ്ഞ് എല്ലാം വിട്ടുകൊടുത്ത് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ചുറ്റുമുള്ള ലോകത്തെ സ്വർഗമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ.